ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് ഈ ലോറി ഉടമയും യൂട്യൂബറുമായ മനാഫ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സഹായം വേണം, പോലീസ് ഒപ്പം ഉണ്ടാകണമെന്നൊക്കെ അഭ്യർത്ഥിച്ചിരുന്നു. പോലീസിൻ്റെ ഒരു സഹായം ഉറപ്പായിട്ടുണ്ടോ? എന്താണ് ആ വാർത്ത സംബന്ധിച്ചുള്ള വിവരങ്ങൾ? മനാഫിൻ്റെ ഒരു അവകാശവാദം മാത്രമാണ് ശ്രീജ. ഇതുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥലയിലേക്ക് പോകുമ്പോൾ തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷണറെ അദ്ദേഹം നേരിട്ട് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്ത് നിയമപരമായി ഇങ്ങനെ സംരക്ഷണം കൊടുക്കുമോ അല്ലെങ്കിൽ കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. മനാഫ് യൂട്യൂബിലൂടെ ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മനാഫിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിനകത്ത് വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മനാഫ് മതസ്പർദ്ധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വീഡിയോകൾ പങ്കുവെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനാഫിന് ഈ കേസ് കുരുക്കാകുമോ, അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ാവുന്ന കുറ്റങ്ങളാണ് ഇതിനകത്ത് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ മനാഫിനെ ഇത്തരത്തിൽ ഏതെങ്കിലും അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളതും നമുക്ക് അറിയാനുണ്ട്. ഒപ്പം തന്നെ ടി ജയന്ത്, മനാഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടി ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും ഈ അന്വേഷണ സംഘം കേസെടുക്കാനുള്ള സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എത്രമാത്രമായിരിക്കാം ഇതിൽ മനാഫിന് കുരുക്കാവുക എന്നുള്ളത് ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുക. നമുക്കറിയാം 1991 മുതൽ 2014 വരെയുള്ള നിരവധി കൊലപാതക പരമ്പരകൾ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലും മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുണ്ടായ കോലാഹലവും ചെറുതല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ ഈ ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് മുൻപാകെ തന്നെ അന്വേഷണ സംഘത്തിന് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ മനാഫിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രമായിരിക്കും എന്നുള്ളത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും നിലപാട് സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും മനാഫിനെതിരെ ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തുമോ എന്ന് നമുക്ക് അറിയാനാവുക.